ഞങ്ങളുടെ അമ്പലത്തിൽ പാട്ട് ഇട്ടിട്ടാണ് ഇരിക്കുക. 5:30 പാട്ട് വയ്ക്കും. പാട്ട് ഇട്ടിട്ടാണ് ഇരിക്കുക. പിന്നെ വിളക്ക് വയ്ക്കും. വിളക്ക് വെച്ച് കഴിഞ്ഞ ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉള്ളൂ. ഞാൻ വിളക്ക് വയ്ക്കുമ്പോൾ അനുവാണ് വീഡിയോ എടുത്തോണ്ടിരിക്കണേ. ഞാനാണ് വിളക്ക് വെച്ചുകൊണ്ടിരിക്കണേ. അത് കഴിഞ്ഞ് ജസ്റ്റ് ഞങ്ങൾ ഉമ്മറത്തൊക്കെ പോയി നോക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുന്നുണ്ട്. പിന്നെ അടുക്കളയ്ക്കാണ് കയറുന്നത്. അതിനോട് ക്യാബേജ് അരിയുണ്ട്. ഞാൻ മാത്രമല്ല അടുക്കളയിൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മ അടുക്കളയിലുണ്ട്. അമ്മ ചായ, ചുക്കുവെള്ളം, ചോറിനൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നെ ഇഡ്ഡലിയാട്ടോ പലഹാരം. അപ്പോൾ ഇഡ്ഡലിക്ക് അമ്മ മാവ് ഒഴിക്കുന്നുണ്ട്. ഇഡലിക്ക് അമ്മ ഇഡലിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ പണി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ അമ്മ ഉരുളക്കിഴങ്ങ് സപ്പോഴ രാത്രി വറുത്തരച്ച് കറി വെച്ച കാരണം ഇന്ന് രാവിലെ വലിയ പരിപാടികളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ക്യാബേജ് ഉപ്പേരി, ചമ്മന്തി, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് മാത്രം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് നാളികേരം ചിരവൽ. ചട്നിക്കും ക്യാബേജിന് വേണ്ടിയാണ് നാളികേരം ചിരവിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ചിലവുന്ന സമയം കൊണ്ട് ഞാൻ ക്യാബേജ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എൻ്റെ ശ്രമം പാടുന്ന പറഞ്ഞാൽ ആദ്യം വന്നു അങ്ങോട്ടേക്ക് എന്നെ സഹായിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ക്യാബേജ് ഉണ്ടാക്കിയത്. ക്യാബേജ് ഉണ്ടാക്കിയ ശേഷം ഞങ്ങൾ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അനുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് ഉണക്കച്ചെമ്മീനായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലകളറിയില്ല. ഇവിടെ ഉണക്കച്ചെമ്മീൻ തലകളാതെ സമ്മതിക്കാറില്ല. പക്ഷേ അനുവൾ അവളത് കഴിക്കില്ല എന്ന് അറിയുന്നതുകൊണ്ട് ഞങ്ങൾ ഉണക്കച്ചെമ്മീൻ തലകൾ തുടങ്ങി. നിങ്ങൾക്ക് അവിടെ എവിടെ ഇങ്ങനെയാണ് ഉണക്കച്ചെമ്മീൻ തലകളാറുണ്ട്. ഇവിടെ ഉണക്കച്ചെമ്മീൻ തലകൾ കളിപ്പിച്ച് തുടങ്ങി. രണ്ടാമത് ഇഡലിക്ക് വെച്ചുട്ടാ. അതാണ് രണ്ടാമത് ഇഡലിക്ക് വെച്ചതിൻ്റെ പിന്നാലെ ചട്നിക്കുള്ള ഒരു കണ്ട. ചട്നിക്ക് നാളികേരം, ഉള്ളി, പച്ചമുളക് അരച്ച് ചട്നി ഉണ്ടാക്കലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ ചെമ്മീൻ്റെ തല കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കളഞ്ഞുകൊണ്ടിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അവൾ ഉള്ളി തൊലി കളയിട്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റില്ല. ചട്നി അരച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വറുത്തതിൽ ആ പരിപാടികളിൽ കിടക്കുക. ചട്നി ചേർത്തിട്ട് അതേ പാത്രത്തിൽ തന്നെ ഞങ്ങൾ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങി. ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എല്ലാം പടപടയുന്നായിരുന്നു. പിന്നെ ചെമ്മീൻ ചമ്മന്തി ഷാറായി തന്നെ പോയി. നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കി. ചെമ്മീൻ ചമ്മന്തി അടിപൊളിയാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം അത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഡെക്കറേഷൻ ആദ്യം വീക്ക്നസ് ആണ്. ഡെക്കറേഷൻ ഉള്ള വീക്ക്നസ് എന്ന് പറയുമ്പോഴും സാധാരണ അവൾ ഒരു ഉരുട്ടിയാണ് വയ്ക്കാറ്. പക്ഷേ ഇന്ന് വീഡിയോയ്ക്ക് സ്പെഷ്യലായിട്ട് അവൾ 2 കറിവേപ്പിലയും കൂടി വെച്ചിട്ടുണ്ട്. പണികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഇഡലി തോണ്ടിയിടുന്നുണ്ട്. ഇഡലി കോരിയിടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അരിയോടെ വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇഡലി കോരി ഇടുന്നുണ്ട്. അങ്ങനെ പരിപാടികളൊക്കെ ഇതിൻ്റെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചായ കൂടി എല്ലാം പരിപാടികളും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. വന്ന അന്ന് മുതൽ അനുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് പാത്രം കഴുകൽ. ഭയങ്കര ഇഷ്ടമാണ് അനുവിന് പാത്രം കഴുകാനായിട്ട്. അനുവിനെ മുമ്പ് ഞാനെൻ്റെ പാത്രം കഴുകിയത്. ഇപ്പോൾ അനുവിനെ ഞാൻ പോസ്റ്റ് കൈ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പരദൂഷം പറയലാണ്. ഞങ്ങളുടെ ഒരു മാത്രമുള്ള സമയമാണിത്. ഈ സമയത്ത് അമ്മ മുറ്റടിക്കാനും അതിനൊക്കെ പോകും. പിന്നെ അച്ഛൻ പറമ്പിലായിരിക്കും. പിന്നെ അനുകുട്ടിയൊന്നും എണീറ്റുണ്ടാവില്ല. ബൈ ഞങ്ങൾ ഇവിടെ 2 അനു ഉണ്ട് കേട്ടോ. ഒന്ന് അനശ്വര അനു, അത് ഇവള് ഫ്രെയിമിൽ കാണുന്നത്. പിന്നെ ശ്രീരാജ് എൻ്റെ ഹസ്ബൻഡ്, അവനെയും അനു എന്നാണ് വിളിക്കുക. ഞങ്ങളുടെ വീട്ടിൽ 2 അനു ഉണ്ട്. ഞങ്ങളുടേതായിട്ടുള്ള സമയമാണിത്. ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് ഈ സമയത്താണ്. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ. ഞങ്ങൾ 2 മാത്രം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പരദൂഷണവും എല്ലാ കാര്യങ്ങളും ഡിസ്കഷനും എല്ലാം ഈ സമയത്താണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചായ കൂടി ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുത്തല്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും ഇതുള്ളതാണ്. ഞങ്ങൾ 2 പേരും ഇങ്ങനെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്തിട്ടാണ് കുക്കിങ്ങും പരിപാടികളെല്ലാം. പിന്നെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചുണ്ടാവും. എപ്പോഴും ഒരുമിച്ചാണ് എല്ലാ പണികളായാലും എവിടേക്ക് പോകുമ്പോഴേ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുക. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഞ്ഞു കളിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ അവളെ പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കും. അങ്ങനെ ഞങ്ങളുടെ പണി മുന്നോട്ട് കൊണ്ടുപോകുക. അതിൻ്റെ വർത്താനം നടക്കും, എല്ലാം നടക്കും. 2 പേരും ഒരേ ഇതിൽ പോയിക്കൊണ്ടിരിക്കപ്പെടും. വെറുതെ ഒരു സുഖം. 8:20 ആയപ്പോഴേക്കും ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. 8:20 അല്ലാട്ടോ ശരിക്കും. ഞങ്ങളുടെ ക്ലോക്കിൽ 8:20 ആണെങ്കിൽ 8:10 ശരിക്കും ആയിട്ടുള്ളൂ. അതിനുശേഷം അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് ഞങ്ങൾ തുണി തോരയിട്ടിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തുണി തോരയിടാൻ പോയി. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മത്സ്യകൃഷിയൊക്കെ ഉണ്ട്. കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. സ്വന്തമായിട്ട് താമരക്കുളമൊക്കെ ഉണ്ട്. താമരയില്ലാന്ന് മാത്രമേ ഉള്ളൂ. താമരയുടെ ഷേപ്പിലാണ് കുളയ്ക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ താമരക്കുളം എന്നാണ് പറയുക. കുറച്ച് ഗപ്പി മീനുകളൊക്കെ ഉണ്ട്. പിന്നെ അമ്മയുടെ കുട്ടികളാണ് കാണുന്ന ചെടികളൊക്കെ ഇട്ടാണ്. ഞങ്ങളത് നോക്കാറൊന്നുമില്ല. അമ്മേനെ കൂടുതൽ നോക്കാറ്. പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അടുക്കള പണി കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം ഉമ്മർത്തൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് അമ്പലത്തിലേക്ക് ആൾക്കാരൊക്കെ വരും. അവരൊക്കെ നോക്കി ഓരോരുത്തർ പേര് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരിക്കും. വേറെ പണിയൊന്നുമില്ലല്ലോ. അച്ചുമണി എണീറ്റിട്ടില്ല. അച്ചുമണി എണീറ്റാലാണ് വലിയ പണികൾ പുറത്തേക്ക് വരുള്ളൂ. അമ്മ ഈ സമയത്ത് ജോലിക്ക് പോകാം. മഴ ഭയങ്കര അതെന്തൊക്കെ മഴ മാറി ജോലിക്ക് പോകാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ പോകാൻ ഇറങ്ങി. അമ്മ അമ്പലത്തിൽ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അമ്പലം ഉണ്ടോ. അപ്പോൾ അമ്പലത്തിൽ കയറി കുറിയൊക്കെ തൊട്ടിട്ടാണ് അമ്മ പോകുള്ളൂ. അപ്പോൾ കുറി തൊടാനുള്ള തയ്യാറെടുപ്പിലാണ് ആൾ. കുറിയൊക്കെ തൊട്ട് കഴിച്ചിട്ട് മരുമക്കളെ നോക്കി, പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന മരുമക്കളെ നോക്കി ടാറ്റ നിന്നിട്ടാണ് ആൾ പോകുന്നത്. അപ്പോഴേക്കും അച്ചുമണി എണീറ്റു. അച്ചുമണി ഉറക്കച്ചടയിലാണ്.
അച്ചുമണിക്ക് ഭക്ഷണം കൊടുക്കലാണ് യഥാർത്ഥ ടാസ്ക്. ആദ്യം പഠിച്ചിട്ടുള്ള 18 അളവും പഠിച്ചിട്ടും നോ രക്ഷ. അച്ചുമണി കഴിക്കുന്നില്ല. പല നുണകളും പറഞ്ഞ് കൊച്ചിനെ പറ്റിച്ച് ആദ്യം ചോറ് കൊടുക്കുന്നുണ്ട്. സോറി ഗൈസ്, ചോറല്ല ഇഡലിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നുണകൾ കേട്ട് പറ്റിക്കപ്പെട്ട അച്ചു ഇഡലി ഓരോന്നായിട്ട് കഴിച്ചു തുടങ്ങി. അച്ചുമണിക്ക് ഫുഡ് കൊടുത്ത ശേഷം ഞങ്ങളുടെ ഇഷ്ടവിനോദമായിട്ടുള്ള ഫുഡ് അടിയിലേക്ക് ഞങ്ങൾ കയറി. ഞങ്ങൾ ഫുഡ് അടിക്കുകയാണ്. ഇഡലിയും ചമ്മന്തിയാണ് പലഹാരം. അത് കഴിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഒട്ടും സമയം കളയാതെ അടുത്ത ഡ്യൂട്ടിയിലേക്ക് കടന്നു, അടിച്ചു വാരി തുടയ്ക്കൽ. ഞാൻ അടിച്ചു വരുന്ന സമയത്ത് ആദ്യം ബെഡ്ഷീറ്റൊക്കെ മടക്കി വയ്ക്കുന്നുണ്ട്. അച്ചുമണി ഒരു രക്ഷയില്ല, ഒന്നിനും സമ്മതിക്കുന്നില്ല. ആൾ അതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ട്. ബെഡ്ഷീറ്റൊക്കെ മടക്കി കിടക്കൊക്കെ റെഡിയാക്കി ആദ്യം അച്ചുമണിയുടെ കളിപ്പാട്ടം പറക്കി വയ്ക്കുന്ന ഡ്യൂട്ടിയിലേക്ക് കടന്നു. വലിയൊരു ടാസ്ക് ആട്ടോ അത്. കളിപ്പാട്ടം ഞങ്ങൾ പറക്കി വയ്ക്കും, അച്ചുമണിയെ തിരിച്ചിടും. പിന്നെ ഞങ്ങൾ പറക്കി വയ്ക്കും, അച്ചുമണിയെ തിരിച്ചിടും. അതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ അവിടെയും അച്ചുമണി കളിക്കുന്നുണ്ട്. അച്ചുമണിയും അച്ചുമണിയുടെ ഫ്രണ്ടായിട്ടുള്ള ആനയും ആണ് കളിക്കുന്നത്. ഞങ്ങൾ അടിച്ചു വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ അച്ചുമണിക്ക് അടിച്ചു വരണം. അച്ചുമണി ഒരു ചൂലായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അടിച്ചു വരലിൽ പിന്നാലെ തന്നെ ആദ്യം തുടയ്ക്കാൻ തുടങ്ങി. മാത്രമേ എടുത്തുള്ളൂ. അവൾക്ക് ഇഷ്ടമല്ല പപ്പടം. പപ്പടത്തിൽ നല്ല വെട്ടായിരുന്നു വിശുദ്ധ ഉണ്ടാക്കണം. അവർ കത്തിക്കാൻ സമയമായിരുന്നു. 5 മണി നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക. 5 മണി എണീറ്റ് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പിന്നെ അവൻ്റെ പിന്നെ ഉടനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടാണ് അവൻ കൊടുത്തത്. നമ്മുടെ അച്ചുമണി എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ കുഞ്ഞു മെസ്സിയാണ്. ഞങ്ങളുടെ കുഞ്ഞു മെസ്സി എണീറ്റ് ചെറിയൊരു വയ്യൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ അവനുണ്ട്. ഇങ്ങനെ നേന്ത്രപ്പഴം അവൻ കൊടുക്കുന്നത്. ഉമ്മർത്തിരുന്ന ഓരോ നുണകളും പറഞ്ഞ് അവനെ പറ്റിച്ച് അവനെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പയം എന്ന് പറഞ്ഞ ആൾ തരും. നേന്ത്രപ്പഴമാണ് അവന് ഏറ്റവും ഇഷ്ടം. ചോറൊക്കെ കഴിക്കാൻ പിന്നാക്കാണ്. അപ്പം ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ കൂട്ടുകാരി വന്നു, അപ്സരയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ നൈസായിട്ട് അങ്ങോട്ട് ഫോണെടുത്ത് നടന്നു. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അച്ചുമണിയുടെ കളിയാറിട്ടാ. ഇത് ഫസ്റ്റ് ഇതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് വെച്ചിരുന്നു. അതിൽ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കുക ചെയ്ത് പിന്നെയും ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ പിന്നെയും ട്രൈ ചെയ്യണം. അവൻ സന്തോഷമാണ് അത് കറക്റ്റായിട്ട് വെച്ച് വീഴാതിരിക്കുമ്പോൾ സന്തോഷപ്രകടനമാണ് ഈ കാണുന്നത്. നമ്മൾ പിന്നിൽ നിന്ന് ഭയങ്കര എൻകറേജ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കുട്ടിക്ക് വിഷമം ആദ്യം വെച്ച പോലെ വന്നില്ലല്ലോ. ആദ്യം ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ കണ്ടുപിടിക്കാനാവോ കൊച്ചു വെച്ചൊന്നും ശരിയായി വരുന്നുണ്ടായിരുന്നില്ല. അയ്യോ
കൊച്ചിൻ്റെ കുറച്ച് സന്തോഷങ്ങളും വർത്തമാനം പറയലൊക്കെ കഴിഞ്ഞിട്ട് 4 മണിക്കായപ്പോൾ ചായ വെച്ചു. ഞങ്ങൾ ബൂസ്റ്റാണ് കുടിക്കാട്ടോ. ബൂസ്റ്റായിട്ട് തോന്നില്ല. അപ്പോൾ അനുലി എൻ്റെ ഭർത്താവൻ അവൻ കട്ട്ലറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട്ലറ്റ് കഴിക്കാനായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഉമ്മർത്ത് ഞങ്ങൾക്ക് ടി മരമുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ കൊമ്പൊക്കെ വെട്ടി അച്ഛൻ ശരിയാക്കുന്നതാണ് കാണാൻ. ഞങ്ങളുടെ അച്ഛൻ ശരിയാക്കുന്നതാണ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ അനുവൻ ബൂസ്റ്റ് കുടിക്കുന്നുണ്ട്. ഞാൻ ബൂസ്റ്റ് അനുവിന് കട്ടൻ കാപ്പി ഉണ്ടാ. ഇവിടെ ഓരോരുത്തർക്കും ഓരോതാണ്. എനിക്കും ഇവൾക്കും ബൂസ്റ്റ്, അനുവിന് കട്ടൻ കാപ്പി, അമ്മയ്ക്ക് കട്ടൻ കാപ്പി, അച്ഛനും അതില്ലാത്ത പാചകം. അങ്ങനെയാണ്. പിന്നെ അനു ജോലി കഴിഞ്ഞ് വന്നിട്ട് 5 മണിയായിട്ടുള്ള സമയത്ത് അത് എപ്പോഴും ഉള്ളതാണ്. എന്നും അങ്ങനെ തന്നെയാണ്. കുറച്ച് സമയം അച്ഛൻ്റെ കൂടെ കളിക്കാറുണ്ട്. പിന്നെ ഞാൻ ഇവർ കാണാതിരുന്നത് ഇവർ അറിഞ്ഞിട്ടില്ല. ഞാൻ വീഡിയോ എടുത്തത് ഇപ്പോഴാണ് ശ്രീരാജ് കണ്ടത് വീഡിയോ എടുക്കണത്. ഞാൻ ആരും കാണാതെ ഒപ്പിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അവർ കണ്ടിട്ടു. അപ്പോഴും അവൾ കണ്ടിട്ടില്ലാന്ന് തോന്നാൻ. അവൾ കണ്ടിട്ടില്ല വീഡിയോ എടുത്തത്. ഞാൻ കണ്ടില്ല ഗൈസ്, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ 6 മണിക്ക് ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ അമ്പലം തുറന്നു. 5 അമ്പലം തുറക്കും. അമ്പലം തുറന്ന് 5 മണിക്കാരൊക്കെ വിളക്ക് വെച്ചു. 5 വീഡിയോ എടുത്തില്ല. വീഡിയോ എടുക്കുമ്പോൾ 5 വീഡിയോ വിളക്കൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ 5 മണിക്ക് ഭക്ഷണം ദോശം കൊടുത്തത് പറഞ്ഞ വീഡിയോ കാണിച്ചു കൊടുത്താണ്. ചില്ലി ദോശ കൊടുത്തതിൻ്റെ ഇടയിൽ വന്നിട്ട് ശ്രീരാജ് വന്നിട്ട് വീഡിയോസ് എടുക്കുന്ന വെച്ചിട്ടുണ്ട്. ചോദിക്കുന്നുണ്ട്. അതൊന്നും അവൻ കൊടുത്തല്ലേ ചോദിച്ചതിന് മുമ്പ് അങ്ങനെ ആർക്കും കൊടുക്കില്ല. ആവശ്യമില്ലാതെ കുറേ കൊടുത്തില്ല. അതാണ് അവൻ്റെ പരിപാടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ മെസ്സിന്ന് പറയിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇവർക്ക് അർജൻറ്റീന ഫാൻസാണ്. അപ്പോൾ അതിനുള്ള ശ്രമം ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. മണി മെസ്സി എന്ന് പറയോ? ഉറക്കെ പറയോ? മെസ്സി കാത്തല്ല. അർജന്റീന പറയോ? അർജന്റീന എന്ന് പറയോ? അർജന്റീന. മെസ്സി പറയോ? മെസ്സി വരുത്താണ് പുറത്തേക്ക്. ഞാനവിടെ അച്ഛനും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അതിനൂടെ സബോള അരിയണം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സബോള അരിയണം. ഇടയിൽ ഞാൻ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നോട് ഒറ്റയ്ക്കല് ഒറ്റയ്ക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും അവിടെ തന്നെ ഉണ്ടോയെന്ന് അറിയാനായിട്ട്. ഇടയ്ക്ക് വരും. അവളുടെ അടുത്ത് കുറച്ച് വർത്താനം പറയും. പിന്നെ 5 മണിക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ അവൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. മുട്ട ഞാൻ പൊടിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ എളുപ്പമായി. സബോള പിന്നെ അവളായിരിക്കും. അവൾക്ക് കഷ്ണങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. കഷ്ണങ്ങളൊക്കെ അറിയാമായിരിക്കും. അതിന് വന്നതിന് ശരി കഷ്ണങ്ങൾ അറിയാൻ ഭയങ്കര മടിയായി തുടങ്ങി. ഇടയിൽ 5 മണി ദോശ ഒന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മുട്ട റോസ്റ്റ് റെഡിയായി ഗൈസ്. ഇതാണ് എൻ്റെ സ്പെഷ്യൽ മുട്ട റോസ്റ്റ്. അതെ. പിന്നെ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കുന്നതാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്നാട്ടോ ഫുഡ് കഴിക്കാം. അപ്പോൾ ആദ്യം ഞാനും അനുവും അമ്മയും എല്ലാവരും ഒരുമിച്ച് ഇരുന്നാൽ ഫുഡ് കഴിക്കാം. അച്ഛൻ കുറച്ച് നേരത്തെ കഴിക്കും കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഒരു സമയമാവും. അച്ഛനും മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛൻ നേരത്തെ കഴിക്കും. ഞങ്ങളെല്ലാവരും അടുക്കളയിൽ നിന്നിട്ട് കഴിക്കുക. പിന്നെ ഇതിൽ ഇല്ലാത്തൊരു കഥാപാത്രം കൂടി ഉണ്ട്. ശ്രീരാഗ് ഞങ്ങളുടെ ചേട്ടനും കൂടി നിന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുക. ഡൈനിങ് ഹോളിലാണ് ഇരിക്കുക. എല്ലാവരും കൂടി ഇരിക്കാൻ സ്ഥലം തരില്ല. അപ്പോൾ ഞങ്ങൾ ഡൈനിങ് ഹോളിലാണ് ഇരിക്കുക. ചേട്ടനില്ലാത്ത കാരണം ഞങ്ങൾ അടുക്കളയിൽ എല്ലാവരും കൂടി ഒതുങ്ങി കൂടും. ഫുഡ് അടിയിലാണ്. മുട്ട റോസ്റ്റും കുഴ വറുത്തതും ഉച്ചത്തെ കുഴ വറുത്തതും ക്യാബേജ് ഉപ്പേരിയും കൂട്ടാനും എല്ലാം ഉണ്ട്. എല്ലാം കൂടി പിടിപ്പിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞില്ല. അതിന് മുന്നേ ആദ്യം പാത്രം കഴുകാൻ തുടങ്ങി. പാത്രം കഴുകാനായിട്ട് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ അച്ഛൻ വന്ന് പാൽ വയ്ക്കുന്നുണ്ട്. ആൾ വരുന്നത് പോകുന്നതൊന്നും ആരും അറിയില്ല. പെട്ടെന്ന് വരിക, പെട്ടെന്ന് പോവുക. അത് കഴിഞ്ഞിട്ട് അച്ഛനും ഉറങ്ങാൻ കിടക്കും. അച്ഛൻ പ്രാവശ്യത്തിലാണ്. അപ്പോൾ എല്ലാവരും ഇതോടുകൂടി വീഡിയോസ്